സുഹൃത്തുക്കളെ, നല്ലൊരു അടിപൊളി സ്ട്രോബെറി തോട്ടം കണ്ടാലോ? ഇവിടെ എത്തിപ്പെടേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. മെയിൻ റോഡിൽ നിന്ന് നേരെ റൈറ്റ് കട്ടാക്കിയിട്ട് വേണം പോകാൻ. കുറച്ച് അങ്ങോട്ടേക്ക് വഴി കുറച്ച് ചെറുതാണ്, ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആട്ടോ. ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഉള്ളത്, മസ്റ എന്നാണ് പറയുക, ഫ്രൂട്ട്സിൻ്റെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് എല്ലാം ഇവിടെ ഒട്ടിച്ച് വെച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തിപ്പഴം, സ്ട്രോബെറി, മുന്തിരി, ഓറഞ്ച്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതാണ് സ്ട്രോബെറി. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നേരിട്ട് കാണാൻ നല്ല രസമാണിത്. ഒരു നഴ്സറി പോലെയാണ് ഈ സ്ട്രോബെറി കൃഷി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കൂടാരം പോലെ ആക്കിയിട്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇതൊക്കെ സൗദി അറേബ്യയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. സൗദി അറേബ്യനെ പറ്റിയിട്ട് പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ മരുഭൂമിയാണ്, അവിടെ കാണാനൊന്നുമില്ല, പച്ചപ്പും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ നമ്മൾ ഈ ബോർഡർ ഏരിയയിൽ ഉൾഗ്രാമങ്ങളിലേക്ക് സൗദിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. എക്സ്പെഷ്യലി ഈ കാർഷിക മേഖലയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നൊരു നഗരമായി മാറിയിരിക്കുകയാണ് സൗദി. ഇതെല്ലാം നിരത്തി വെച്ചിട്ട് കണ്ടോ, നല്ലൊരു തണുപ്പും. അത് ആ വെള്ളമെല്ലാം അതിലേക്ക് വെള്ളം വരാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്ട്രോബെറി ഇപ്പോൾ ചെറിയ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ സാധാരണ സമയത്ത് ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ, 5 റിയാൽ കൊടുക്കണം. ഇതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത് കണ്ണിന് ഭയങ്കര ഒരു കുളിർമയാണ്. നമ്മൾ ഈ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ വേറെ ഒരുപാട്, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല, അത്തിപ്പഴം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ എൻ്റെയാണ് എന്ന് നീ വീഡിയോയിൽ പറയണം എന്ന് ഇവൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പിന്നെ ഇതെല്ലാം മുന്തിരിയാണ്. മുന്തിരി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അത് അവർ അവിടെ ഒന്നും ആക്കിയിട്ടില്ല. അവിടെ ജസ്റ്റ് വെറുതെ അങ്ങനെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ സമയം ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ആരും അങ്ങനെ ഇല്ല. പോയിട്ട് മെയിനായിട്ട് ഞാൻ മുന്തിരി കാണാനാണ് പോയത്. ഈ കാണുന്നത് കണ്ടോ, ഇത് മൊത്തം തക്കാളിയാണ്. തക്കാളി കൃഷീൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. മറ്റേ ജഗതി പറഞ്ഞ പോലെ ഇത് പച്ചത്തക്കാളി, ഇത് ചുവന്ന തക്കാളി. പിന്നെ ഫുള്ളും പച്ചയാണ് കേട്ടോ, ഒന്നും ചുവപ്പായിട്ടില്ല. ഇതിപ്പോൾ പാകമായിട്ട് വരുന്നേ. നല്ല തക്കാളി ഉണ്ടോ, ഫ്രഷ് തക്കാളിയാണ്. പക്ഷെ ഇത് ആയിട്ടില്ല, കളർ കണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത് പാകമായിട്ടില്ല. എനിക്കൊന്ന് ഇതിങ്ങനെ കൂടാരാക്കി വെച്ചത്, എനിക്ക് തക്കാളിക്ക് ചെറിയ ചൂടിൻ്റെ ആവശ്യമുണ്ട് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അതുകൊണ്ടായിരിക്കും അതങ്ങനെ വെച്ചിട്ടുള്ളത്. ഫുള്ള് നല്ല വൃത്തിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. വെള്ളം സാധാ സ്ട്രോബെറീൻ്റെ പോലെ തന്നെ വെള്ളമെല്ലാം പാസ് ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. ഇത് കറ്റാർവാഴ പോലത്തെ എനിക്ക് കറ്റാർവാഴയാണോ എന്ന് കറക്റ്റ് അറിയില്ല. ഇത് വേറെന്തോ ഒരു ഐറ്റമാണ്. അത് അയാളെന്തോ ഒരു പേരെന്നോട് പറഞ്ഞു, ഞാനത് മറന്നും പോയി. കാണുമ്പോൾ ഒരു കറ്റാർവാഴ പോലെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്, പക്ഷെ ഇത് അതല്ല. നാരങ്ങ ഉണ്ട്, നിങ്ങൾ ഒരു ഓറഞ്ചിൻ്റെ വലിപ്പമുണ്ട് നാരങ്ങ. ഇത് കുറച്ച് വലിയ നാരങ്ങയാണ്. ഇവരങ്ങനെ ചെറിയ നാരങ്ങ ഈ സൗദികൾ അങ്ങനെ വാങ്ങലില്ല. ഈ നാരങ്ങയാണ് കൂടുതലായിട്ടും വാങ്ങൽ. നല്ല വലിപ്പമുണ്ടത്. ഇത് ഈ നമുക്ക് ഈ ചോറിലല്ലേ, ബിരിയാണി മന്തിയെല്ലാം ആകുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിടാൻ ആ നാരങ്ങ നല്ല രസമാണ്. അതിങ്ങനെ നമുക്ക് കടിച്ച് തിന്നാൻ പറ്റും. എൻ്റെ ഈ പുറകെ കാണുന്നതെല്ലാം തക്കാളിയുടെ കൂടാരങ്ങളാണ്. നിങ്ങൾ മാറിയിക്ക്, അവനെ പാട്ട് മാറ്റി. ഇത് ചൂടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ട്, കാരണം ഒരു തണുത്ത പ്രദേശമാണ്. തക്കാളി ചെറിയ ചൂടില്ലെങ്കിലാവും. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അബഹ എയർപോർട്ടിൽ നിന്ന് നെജ്റാന് പോകുന്ന ആ റോഡിന് കോളേജിൻ്റെ അടുത്ത് തന്നെ റൈറ്റിലേക്ക് കയറിയിട്ടാണ്. ചെറിയ റോഡാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ സമയങ്ങളിൽ വരരുത്. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം നട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഫുള്ള് മുന്തിരി, ഓറഞ്ച്, സ്ട്രോബെറി എല്ലാ ഐറ്റംസും നിറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ഇവിടെ.